ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്ക് ഡിസൈൻ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടോപ്പ് കട്ട് ചെയ്ത് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്ക് ഒഴിച്ച് ബാക്കി ആം ഹോള് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ക്യാൻവാസിലാണ് നെക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻവാസ് ഷീറ്റ് ഇതാണ് ഇതിൻ്റെ മിനുസമുള്ള പോർഷൻ. ഇത് മിനുസം ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നും നമുക്ക് എത്രയാണോ നെക്കിൻ്റെ അകലം അത് മാർക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ് അകലം എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് 3 ഇഞ്ച് ഈ ക്യാൻവാസിൻ്റെ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്നും മാർക്ക് ചെയ്യാം. ഇനി എത്രയാണോ ലെങ്ത് എടുക്കുന്നത് അതാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 5.5 ഇഞ്ച് കിട്ടും. ഷോൾഡറിന് വേണ്ടി അരയിഞ്ച് പോകുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി പോയി കഴിയുമ്പോൾ ബാക്കി 5.5 ഇഞ്ച് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ നെക്കിൻ്റെ അകലം, അതേ ഇതുപോലെ ഒന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്ത് നമുക്കിതിനെ ഒരു ബോക്സ് ആക്കി വരച്ചെടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ യു നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് ഒരു 3/4 ഇഞ്ചോളം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചുറ്റിലും 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ആ പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇത് ഈ നെക്ക് ഡിസൈൻ പുറത്തേക്ക് വരുന്ന നെക്ക് ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോപ്പിൻ്റെ സെയിം ക്ലോത്തിൽ വേണം ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. കണ്ടോ, മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഈ ബോർഡർ, ഔട്ടർ ബോർഡറാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പിൻ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ യു നെക്ക് വരച്ചതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നെക്കിൻ്റെ അകലം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ രീതിയിൽ കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ക്ലോത്തിൻ്റെ ചുരിദാറിൻ്റെ സെയിം ക്ലോത്തിൽ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഈ റോങ് സൈഡിലാണ് നമുക്ക് വെച്ച് അയൺ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ മിനുസമുള്ള ഭാഗമാണ് ഈ റോങ് സൈഡിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അത് ഈ രീതിയിൽ റോങ് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അരികിലായി നമുക്കൊരു മടക്കി തയ്ക്കാൻ വേണ്ടി മാത്രം തുണിയെടുത്തുകൊണ്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ അരികുവശത്തായി ഒരു വൈറ്റ് പൈപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടി നമുക്കൊരു പീസ് വേണം. അപ്പോൾ വൈറ്റ് പീസ് നമുക്കൊരു 1.5 ഇഞ്ച് വീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അരികുവശം ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്യണം. ഞാൻ ഇതുപോലെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസിൻ്റെ നീളം കൂടിയ ഭാഗത്ത് നീളം കുറഞ്ഞ ഭാഗം ഇതുപോലെ വെച്ച് നമുക്ക് ഈ ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ കുറച്ച് നിൽക്കില്ലേ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി.
ഇനി നമുക്കിത് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം ഞാനിവിടെ ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഔട്ട് സൈഡ് ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ അരികു വശത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഈ വൈറ്റ് ക്ലോത്ത് പീസ് ഇല്ലേ, അത് മാത്രം നമുക്കൊരു സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ കട്ട്സ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ കട്ട്സ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ക്ലോത്തിൽ ചുരിദാറിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് ഈ അരികു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് ക്ലോത്ത് പീസിലേക്ക് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നെക്കിൻ്റെ നമുക്ക് നല്ല സൈഡിലാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ റോങ് സൈഡിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. റോങ് സൈഡിൽ മിഡിൽ ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ മിഡിൽ ഭാഗം കൂടി മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ ഉള്ളിലായി നിൽക്കുന്ന ഈ ക്യാൻവാസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗം നോക്കാം. അത് ഇതുപോലെ ക്യാൻവാസ് വരുന്ന ഈ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിഡിൽ ഭാഗത്തൊരു കട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാണ്. അതിനുശേഷം ഇതുപോലെ നല്ല വശമാണ് നമുക്ക് ഈ റോങ് സൈഡിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് അരികിലായി പിന്നും കൂടി കുത്തി കൊടുക്കാം. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഇതൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി നമുക്കിതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സൂചി താഴത്തോട്ട് കുത്തി നിർത്തിയ ശേഷം നമുക്ക് അടുത്ത ഒരു സൈഡിലേക്ക് ഈ സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്യണം. അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായി നിൽക്കുന്ന പീസില്ലേ, അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിന് അരികു വശത്ത് നമുക്കൊരു 1/4 ഇഞ്ചിന് താഴെ മാത്രം നിർത്തിയാൽ മതി. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ കർവായി വരുന്ന പോർഷൻസ് എല്ലാം കട്ട്സ് കൂടി ഇട്ട് കൊടുക്കണം. കട്ട്സും കൂടി ഇട്ടെടുത്തു. ഇനി നമുക്കിത് നമ്മുടെ നല്ല ഭാഗത്തേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് വൈറ്റ് നമുക്ക് അടിയിലേക്ക് പോകാനുള്ളതാണ് അല്ലേ, പൈപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ അരികു വശത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുത്തല്ലേ. ഇനി നമുക്ക് ഈ പൈപ്പിങ്ങിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് വെച്ച് നമുക്ക് പൈപ്പിംഗ് എത്ര വീതിക്ക് വേണമോ അത്ര വെച്ച ശേഷം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരികു വശത്ത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന അരികു വശത്ത് കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 2 ഫാബ്രിക് ബട്ടൺ ഉണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേളിലാക്കി 2 സൈഡിലും ആക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.